എനിക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ് കിട്ടിയ ഒരു ഐറ്റമാണ് ഞങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു ഫോൺ കവർ ഇതിന് മുമ്പ് ഒരു ഫോൺ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ കവറൊക്കെ കണ്ടിട്ട് എൻ്റെ പലരും ചോദിച്ചിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തതാണോ, എവിടെ നിന്നാണ് കസ്റ്റമൈസ് ചെയ്ത്, ആ നമ്പർ സെൻഡ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത് ഈ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്, ഈ അക്രിലിക് ടാപ്പ് വെച്ചാണ് ചെയ്തത്. നമുക്കൊരു വേറൊരു ടാപ്പ് ചെയ്യാം. ഇത് നോർമലായിട്ട് സ്റ്റോറുകളിൽ കിട്ടുന്ന ഒരു ടാപ്പാണ്. ഒരു ഏകദേശം 50 റുപ്പീസ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അപ്പം ഇത് കുറച്ച് വീതി കുറഞ്ഞ ടാപ്പാണ്. മറ്റത് അക്രിലിക് ടാപ്പ് ആകുമ്പോൾ കുറച്ചൊരു വീതി ഉള്ളതാണ്. പക്ഷേ അത് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആകുമ്പോൾ ഇങ്ങനെ പതുക്കെ കുറച്ച് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാപ്പ് എടുക്കുക, കുറച്ച് പ്രിൻ്റൊക്കെ ഉള്ള ഒരു ടാപ്പ് എടുക്കുക. എന്നിട്ട് അതിതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നല്ല ക്ഷമയോടെ വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ പണി പാളും. എന്നിട്ടിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടെല്ലാം ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു ലേസായിട്ട് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. അതെടുത്തിട്ട് ഒന്നുകിൽ ലേസ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ ക്യാമറ വരുന്ന പൊസിഷൻ അനുസരിച്ചിരിക്കണം. ക്യാമറ സെൻറ്ററിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ലേസ് കൊടുത്താലും മുത്ത് കൊടുത്താലും എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ക്യാമറ ഇനി സെൻറ്ററിലല്ല, സൈഡ് പൊസിഷനിലാണെങ്കിൽ ക്യാമറ മറയും ഈ ലേസ്. അതുകൊണ്ട് മാക്സിമം സൈഡിലൂടെ ബീഡ്സ് വയ്ക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസ് തന്നെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ലേസ് ആ ക്യാമറയെ ബാധിക്കാത്ത രീതിയിലാവും, അല്ലെങ്കിൽ സെൻറ്ററിലായിട്ടൊരു ചെറിയൊരു ബോ ബോ വയ്ക്കില്ലേ, ആ ബോ രീതിയിലൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ബീഡ്സൊക്കെ പേൾസിൻ്റെ ഹാഫ് പേൾസൊക്കെ ഇട്ടില്ല, അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഒന്നുകിൽ B700 പശയോ, അല്ലെങ്കിൽ ഇതേപോലെ ഫെവിക്കുക്കോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. എന്തായാലും ഇത് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പോകുമല്ലോ. അപ്പോൾ അത് ഇളക്കി മാറ്റാൻ കണക്കിനുള്ള പശ വേണം എടുത്ത് ഒട്ടിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ സൈഡിൽ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന പോർഷൻസൊക്കെ നമുക്ക് ചെറുതായിട്ട് ബ്ലൈഡ് ഇട്ട് തന്നെ എടുക്കാം, അല്ല സിസേഴ്സ് യൂസ് ചെയ്യാതിരിക്കാം മാക്സിമം. പിന്നെ ഇങ്ങനത്തെ ഒരു നമുക്കിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ചാംസാണ് കാണിക്കുന്നത്, അങ്ങനത്തെ അതേ ചെയിൻസാണ് കാണിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ചെയിൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഒരു ചെയിൻ. അപ്പോൾ വൈറ്റ് ബീഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു സ്ട്രിങ്ങിൽ, അത് 0.7 mm സ്ട്രിങ് ആണ്. അതിൽ നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വലുതും ചെറുതുമായിട്ട് ഇങ്ങനെ മുത്ത് കോർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് പണിവിട്ട പണിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് തന്നെയൊക്കെ പോവും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പം ഫൈനൽ റിസൾട്ട്